പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. KCB ജീവനക്കാരൻ മുഹമ്മദ് റാഫി, സജാദ്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരാണ് അറസ്റ്റിലായത്. റാന്നി DYSP ഓഫീസിൽ കീഴടങ്ങിയ മറ്റൊരു യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? 2022 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. ഇതിൽ ഞെട്ടിക്കുന്ന വിവരം വേണു, 18 പ്രതികളാണ് കേസിലുള്ളത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടത്. 24 ആണ് ഇത് വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. 18 പ്രതികളാണ് ഉള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഒരു സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. എന്തായാലും ഈ പെൺകുട്ടി സ്കൂളിൽ പോകാതിരുന്നതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന CWCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ കൗൺസിലിംഗിനിടെയാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുമായി അടുപ്പത്തിലാവുകയും പിന്നീട് ചില വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് അത് വിവിധ ഘട്ടങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന തരത്തിൽ പെൺകുട്ടിയുടെ മൊഴി വരുന്നത്. അതിനുശേഷം 18 പേർ തന്നെ ചൂഷണം ചെയ്തു എന്ന നിർണായകമായ ഞെട്ടിക്കുന്ന മൊഴി പുറത്തു വരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു KCB ജീവനക്കാരനായ ഒരാളും അതുപോലെ തന്നെ സജാദ് എന്ന മറ്റൊരാളും, KCB ജീവനക്കാരന്റെ പേര് റാഫി എന്നാണ്, സജാദ്, റാഫി, പ്രായപൂർത്തിയാകാത്ത ഒരാൾ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയായിരുന്ന ഒരാളും ഇതിൽ കേസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായ വിവരം, വരും മണിക്കൂറുകളിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര്, ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിന്റെ പേര് കൂടി, യുവജന സംഘടനാ നേതാവിന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ആ യുവാവും ഇപ്പോൾ റാന്നി സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ അറസ്റ്റും ഉടൻ തന്നെ രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അടക്കമുള്ള പേര് വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകും. കൂടുതൽ പ്രതികളുള്ളത് മറ്റു സ്ഥലങ്ങളിലാണ്. അതിൽ ഇടുക്കിയുണ്ട്, കണ്ണൂരുണ്ട്, എറണാകുളമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതികളെ എല്ലാവരെയും തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും അറസ്റ്റ് ഉണ്ടാവും. എന്തായാലും വരും മണിക്കൂറിൽ നിർണായകമായ വിവരം കൂടി പുറത്തുവിടാനുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീമാനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.